ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അന്നേരം ഞാനാണെങ്കിൽ ഇന്ന് റെഡി ആയിട്ട് നമ്മൾ കിച്ചണിലോട്ട് പോവാണ്. നമുക്കിന്ന് വർക്കുണ്ട്. പവിക്കുട്ടിയാണെങ്കിൽ ട്യൂഷന് പോയിരിക്കുകയാണ്. അമ്മയും അച്ഛനും ഒക്കെ കിച്ചണിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. നമുക്ക് ഇറങ്ങാവേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ നടന്ന് പോകാനായിട്ട്. ഗൈസ്, ഇങ്ങോട്ടാണ് നമ്മുടെ പോകുന്ന വഴി. പോകേണ്ട താഴെ നമ്മുടെ വണ്ടിയുടെ. അപ്പോൾ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു. കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ഊണിൻ്റെ എല്ലാം ആയിട്ടുണ്ട്. മാങ്ങ അച്ചാർ, നാരങ്ങ, മെഴുക്കുവരട്ടി, ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കറികളെല്ലാം ഒരുവിധം ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പണികളെല്ലാം അവിടെ അമ്മയും ആൻറ്റിമാരും അങ്കിൾമാരും എല്ലാവരും കൂടി നടത്തുവാണ്. അതുകൊണ്ട് എല്ലാവരും ധൃതി പിടിച്ച പണിയിലാണ്. അമ്മ എന്ത് ചെയ്യും? അമ്മ കാണുന്നില്ല. അപ്പം എല്ലാവരും ഓരോരോ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് അവിടെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ചോറ് കോരി വെച്ചിട്ടുണ്ട്. 2 എണ്ണത്തിനകത്തുള്ളത് കോരി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് 60 പേരുടെ എല്ലാം കയറിയിട്ടുണ്ട്. ഇനി 50 പേരുടെയും കൂടി ഉണ്ട്. ആദ്യം 60 പേരുടെ കൊണ്ട് കൊടുത്തിട്ട് 50 പേരുടെ കൊണ്ട് കൊടുക്കത്തുള്ളൂ. 60 പേരുടെ എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇന്ന് ഇഞ്ചിക്കറി വെച്ചിരിക്കുന്നത് അമ്മയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ കറികളും ഓരോന്നൊക്കെ ആയിട്ട് റെഡി ആക്കുവാണ്. കുറേ കയറിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സ്, പ്രഥമനകത്ത് ഒഴിക്കാനുള്ള പാലമ്മ ഇവിടെ കാച്ചുണ്ട്. അമ്മ ഒന്ന് നോക്കാൻ സമയമില്ലെന്നറിയാം. നമ്മുടെ അനീഷാനോടി ഇവിടെ എന്തോ ഇളക്കുന്നുണ്ട്. കടുക് ഇറക്കുവാണ്. കറിവേപ്പിലയും കടുകും പച്ചമുളകും ഒക്കെ ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അമ്മ അത് പോകണ്ടേ. ഫ്രണ്ട്സ്, നമ്മൾ തേങ്ങ വറുത്തല്ലേ എരിശ്ശേരിക്കുള്ളത് എടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് എരിശ്ശേരിയാണ് സ്പെഷ്യൽ. എരിശ്ശേരിക്കുള്ള തേങ്ങ വറുത്തതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അമ്മ. അപ്പോൾ ഫ്രണ്ട്സ്, പവിക്കുട്ടി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പവിക്കുട്ടിയും കൃഷ്ണയും ആദിയുടെ കൂട്ടുകാരി എല്ലാവരും നമ്മുടെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അമ്മ ചോറ് കഴിക്കുകയാണ്. ഞാനും അച്ഛനൊക്കെ ഇപ്പം കുറച്ച് നേരം ആയതുള്ളൂ കഴിച്ചിട്ട്. പവിക്കുട്ടിയും കഴിച്ചു. അപ്പം അമ്മ ഇപ്പം ലാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം നമുക്കിനി അവിടെ പൊറോട്ട അടിക്കുന്നുണ്ട്. വൈകുന്നേരത്തേക്കുള്ള പൊറോട്ടയാണ്. രവിമാമനാണ് അടിക്കുന്നത്. ഓക്കെ, വൈകുന്നേരം നമുക്ക് എത്ര പേർക്കാകുമ്പോൾ പൊറോട്ട കൊടുക്കണ്ടേ? 400 പേർക്കുള്ള പൊറോട്ട ഉണ്ട്. അതിന് കൂട്ടത്തിൽ ലൈവായിട്ട് അവിടെ അടിക്കത്തുള്ളൂ. ബോൾ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ലൈവായിട്ട് അവിടെ ചെന്നിട്ടേ അടിക്കത്തുള്ളൂ. അന്നേരം അവിടെ വെച്ച് തന്നെയാണ് അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷനൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം ഒരുവിധം കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തേക്കുള്ള പ്രിപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട്. പൊറോട്ട അടിക്കുന്നുണ്ട്. പൊറോട്ട എന്താ ബോളാക്കിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ലൈവ് മസാല ദോശ അതെല്ലാം ലൈവാണ്. ഇവിടുന്ന് ഇനി കപ്പ വേവിച്ചു, അത് മാത്രമേ ഉള്ളൂ ഇവിടുന്നല്ലേ. ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് ലൈവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ ഫുഡ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.